അസ്സലാമു അലൈക്കും. ദിസ് ഈസ് മുബി ആൻഡ് വെൽക്കം ടു ടിക്യൂവേഴ്സ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ്. ഏതായാലും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സീസണാണല്ലേ. മിക്ക വീടുകളിലും ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് കാണാം. അപ്പോൾ പാഷൻ ഫ്രൂട്ട് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 25 പാഷൻ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് കേട്ടോ ഈ ജാം ഉണ്ടാക്കുന്നത്. കുറച്ച് വലിയ ക്വാണ്ടിറ്റി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ പാഷൻ ഫ്രൂട്ട്സൊക്കെ രണ്ടായിട്ട് മുറിക്കുക. ഇനി നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പും സ്കിന്നും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ സ്കിന്നിൻ്റെ ഉള്ളിൽ ഈ പാട പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇത് ആഡ് ചെയ്ത് ചിലപ്പോൾ കയ്പ്പ് രസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിത് ഒഴിവാക്കാറാണ് പതിവ്. നമ്മൾ എത്ര പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണോ എടുത്തത് അതിൻ്റെ നേർപകുതിയോ അല്ലെങ്കിൽ മുക്കാൽ ഭാഗമോ സ്കിന്ന് നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഞാനിതിൻ്റെ നേർപകുതിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതായത് ഒരു 13 പാഷൻ ഫ്രൂട്ടിൻ്റെ സ്കിന്നോളം ഞാനെടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 1 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേവിക്കാനാണ് കേട്ടോ. അപ്പോൾ എത്ര കൂടുതൽ സമയം നിങ്ങളിത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് വെന്ത് കിട്ടും. ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഈ സ്കിന്ന്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് വെന്ത് ഇത് ഉടയുന്ന ഈ പരുവത്തിലായി കിട്ടണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഫ്ലഷ് സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ ഈ ഇളക്കിയെടുത്ത ഈ ഫ്ലഷും 4 കപ്പോളം പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. പ്രത്യേകം പറയാം, ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ ഇത് അരക്കുമ്പോൾ. ശേഷം ഈ അരച്ചെടുത്ത മിശ്രിതവും ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പും മിക്സ് ചെയ്യുക. ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്തോട്ടോ. അപ്പോൾ ഇത് തിള വരുമ്പോൾ ദേഹത്തോട്ടൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നന്നായിട്ട് മൂത്ത് ജാമിൻ്റെ പരുവാകുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ഇതിൽ ആഡ് ചെയ്യാം. നാരങ്ങാനീര് ഇതിൽ പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് കറക്റ്റ് പാകം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാമാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. Have a nice day.